അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് പോകുന്ന ട്രെയിനുകളുടെ ഇൻഫോർമേഷനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഇതൊരു WAP4 ഇതാ പോയിക്കൊണ്ടിരിക്കുക. അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തോട്ട് പോവാണ്. അവിടെ ഗുരുവായൂർ പാസഞ്ചർ അവിടെ കിടക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ലോക്കോയാണ്. അത് 11:35 ആകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ലോക്കയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വന്ദേ ഭാരത് ആട്ടാണ്. മംഗലാപുരം വന്ദേ ഭാരത് ട്രെയിൻ നമ്പർ 20631 20632 ഇതാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ. ഇത് മംഗലാപുരത്ത് നിന്ന് 6:25 രാവിലെ പുറപ്പെട്ട് ഒരു 3:05 ആകുമ്പോൾ ഇത് തിരുവനന്തപുരം എത്തിച്ചേരുന്നു. തിരിച്ച് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് 4:05 പുറപ്പെട്ട് അടുത്ത ദിവസം 12:40 മംഗലാപുരം എത്തിച്ചേരുന്നു. ഇതിന് 7 ചെയർ കാറും പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ചെയർ കാറും ഉണ്ടല്ലോ. ഇതിന് 8 കോച്ചേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 17229 ട്രെയിൻ 17230. ഇത് നമ്മുടെ ശബരി എക്സ്പ്രസ് ആട്ടോ. ശബരി എക്സ്പ്രസ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് 6:45 രാവിലെ 6:45 പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12:30 സെക്കന്ദരാബാദ് എത്തിച്ചേരുന്നു. തിരിച്ച് ഈ വണ്ടി സെക്കന്ദരാബാദിൽ നിന്ന് 12:20 പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം വൈകിട്ട് 6:05 തിരുവനന്തപുരം ഇത് എത്തിച്ചേരുന്നു. ഇതിന് 2 ജനറൽ ക്ലാസ്സും പിന്നെ 4 AC3 ടയറും പിന്നെ ഒരു AC2 ടയറും പിന്നെ ഒരു ഫസ്റ്റ് AC പിന്നെ 12 സ്ലീപ്പറുമാണ് ഇതിനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പറാണ്. അപ്പോൾ ഇതിൽ ജനറൽ ക്ലാസ് അൺറിസർവ്ഡ് കോച്ച് കുറച്ചും കൂടി ഒരു കോച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലക്കാട് പോകുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ശബരി എക്സ്പ്രസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ കേട്ടോ. ഇത് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലോട്ട് പോകേണ്ട. ഇത് അരമണിക്കൂർ കൊണ്ട് ഇത് ഗുരുവായൂർ എത്തും കേട്ടോ. ഇവിടെ നിന്ന് ഗുരുവായൂർ വരെ 10 രൂപയാണ്. 10 രൂപ. ഇതിൽ ഫുള്ള് ജനറൽ ക്ലാസ് ആണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു ലേഡീസ് കോച്ച് എന്തോ ഉണ്ട്. വണ്ടിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട് വണ്ടിയിൽ. ഞാൻ വെച്ച് കാലിയടിച്ച് പോകുന്ന വെച്ചു. പക്ഷേ ആൾക്കാരുണ്ട് ഗുരുവായൂരിലോട്ട്. അപ്പോൾ ഈ വണ്ടിയാണ് തിരിച്ചിത് 1:30 ഗുരുവായൂർ എറണാകുളം പാസഞ്ചറായിട്ട് ഇത് എറണാകുളം വരും. പിന്നെ ഇത് എറണാകുളത്ത് നിന്ന് 6:30 ഇത് കായംകുളം പാസഞ്ചറായിട്ട് പോകും. പിന്നെ പിറ്റേ ദിവസം ഇത് കായംകുളത്ത് നിന്ന് എറണാകുളത്തോട്ട് തിരിച്ചു വരും. പിന്നെ ഇത് നേരെ ഗുരുവായൂർ. അങ്ങനെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൈറ്റ് ഷെയറിങ് ഉള്ളൊരു വണ്ടിയാണ് ഈ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ കേട്ടോ. ഇതിപ്പോൾ ഒരു ലേറ്റ് ആയിട്ടുണ്ട്, 2 മിനിറ്റോ. അപ്പോൾ അടുത്ത ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 22659 പിന്നെ 22660 കൊച്ചുവേലി യോഗനഗർ ഋഷികേശ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് വെള്ളിയാഴ്ച മാത്രം ഓടുന്ന വണ്ടിയാണ് കേട്ടോ. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. ഇത് വെള്ളിയാഴ്ച 9:10 പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം ഇത് ഉച്ചയ്ക്ക് 1:35 യോഗനഗർ ഋഷികേശിലെത്തുന്നു. പിന്നെ ഈ വണ്ടി തിങ്കളാഴ്ച രാവിലെ 6:15 പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12:30 ഇത് കൊച്ചുവേലിയിൽ ഇത് എത്തുന്നു. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നോർത്ത്. പിന്നെ ഈ വണ്ടിക്ക് 2 ജനറൽ ക്ലാസ് പിന്നെ 6 സ്ലീപ്പർ 4 AC എക്കണോമി 6 3 ടയർ 2 സെക്കൻഡ് AC. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ട്രെയിൻ നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് കേട്ടോ. ട്രെയിൻ നമ്പർ 12617 12618. ഇത് എറണാകുളത്ത് നിന്ന് 1:25 ഉച്ചയ്ക്ക് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം 1:35 ഉച്ചയ്ക്ക് ഹസ്രത്ത് നിസാമുദ്ദീന് എത്തുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിൽ. പിന്നെ ഈ വണ്ടി തിരിച്ച് 5:35 രാവിലെ 5:35 പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ 7:30 ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് തിരിച്ച് എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈം. ഇതിന് 4 ജനറൽ ക്ലാസ്സും പിന്നെ 7 സ്ലീപ്പർ പിന്നെ തേർഡ് AC 4 എണ്ണം പിന്നെ തേർഡ് എക്കണോമി 2 എണ്ണം പിന്നെ സെക്കൻഡ് AC 2 എണ്ണം ഉണ്ട്. പിന്നെ 2 SLR ഉണ്ട് കേട്ടോ.
അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂർ ജനശതാബ്ദി ആയിട്ടാണ്. അപ്പോൾ പുതിയ LHP ആയ കണ്ണൂർ ജനശതാബ്ദി. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ 12081 12082 ഇതാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഇത് കണ്ണൂരിൽ നിന്ന് 4:50 വെളുപ്പിനെ പുറപ്പെട്ട് 2:10 ഇത് എവിടെ എത്തുന്നു, തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്നു. തിരിച്ച് ഈ വണ്ടി 2:50 പുറപ്പെട്ട് അടുത്ത ദിവസം 12:50 വെളുപ്പിനെ 12:50 എവിടെ എത്തുന്നു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ഇതിന് 13 സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്, പിന്നെ 3 AC ചേർക്കാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പറഞ്ഞ നേരത്തെ എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇത് ഫുള്ള് ബുക്ക് ചെയ്ത് ഓടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് സാധാരണ ടിക്കറ്റ് എടുത്തോ അങ്ങനെ നമുക്ക് ഒരിക്കലും ഇതിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഫുള്ള് റിസേർവ്ഡ് വണ്ടിയാണ്. പിന്നെ ഇതിന് പ്രയോറിറ്റി ഉണ്ട് കേട്ടോ, നല്ല പ്രയോറിറ്റി ആയിരിക്കും ഈ വണ്ടിക്ക്. ചിലപ്പോൾ എക്സ്പ്രസ് ട്രെയിനെ പിടിച്ചിട്ടിട്ട് ചിലപ്പോൾ ജനശതാബ്ദിനൊക്കെ കയറ്റി വിടാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 22643 22644 പാട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. പാട്ന എന്ന് പറഞ്ഞാൽ ബീഹാറിലോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഈ വണ്ടി എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 2 ദിവസം തിങ്കളും ചൊവ്വയും, പിന്നെ പാട്നയിൽ നിന്ന് വ്യാഴവും വെള്ളിയാണ് ഈ വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടി എറണാകുളത്ത് നിന്ന് 5:20 പുറപ്പെട്ട് 3-ാമത്തെ ദിവസം 8 മണിക്ക് രാത്രി പാട്നയിലെത്തുന്നു. തിരിച്ച് ഈ വണ്ടി 2 മണിക്ക് ഉച്ചയ്ക്ക് പുറപ്പെട്ട് 3-ാമത്തെ ദിവസം 3:40 ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. പിന്നെ ഇതിന് 4 ജനറൽ ക്ലാസ് ഉണ്ട്. പിന്നെ കൂടുതലും ഇതിന് സ്ലീപ്പറാണ്. 12 സ്ലീപ്പർ, പിന്നെ 2 തേർഡ് AC, പിന്നെ 1 സെക്കൻഡ് AC, പിന്നെ ഒരു പാൻട്രി കാറും ഉണ്ട് കേട്ടോ ആണ്. പിന്നെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ. ട്രെയിൻ നമ്പർ 16650 16649. ഇത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. ഇത് കന്യാകുമാരിയിൽ നിന്ന് 3:45 പുറപ്പെട്ട് 9:10 രാത്രി 9:10 മംഗലാപുരം ജംഗ്ഷൻ മംഗളൂരു സെൻട്രലിലെത്തും. തിരിച്ച് ഈ വണ്ടി അടുത്ത ദിവസം 5:05 പുറപ്പെട്ട് രാത്രി 9:15 കന്യാകുമാരിയിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് 14 ജനറൽ അൺറിസർവ്ഡ് കോച്ചും, പിന്നെ 3 സെക്കൻഡ് സിറ്റിങ്ങും, പിന്നെ 2 AC ചേർക്കാറുമാണ് ഈ പരശുരാം എക്സ്പ്രസ്സിനുള്ളത്. പിന്നെ ഇത് ഡേ ടൈമിൽ ഓടുന്ന വണ്ടിയായതുകൊണ്ടാണ് ഇതിന് കൂടുതലും ജനറൽ അൺറിസർവ്ഡ് കോച്ച് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല നല്ല ഡിമാൻഡുള്ള ട്രെയിനാണ് ഈ പരശുരാം എക്സ്പ്രസ്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു ഏറനാട് എക്സ്പ്രസ് ഉണ്ട്, അതും ഡിമാൻഡുള്ള ട്രെയിനാണ്. നമ്മുടെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് കേട്ടോ. ട്രെയിൻ നമ്പർ 16307 16308. ഈ വണ്ടി ആലപ്പുഴയിൽ നിന്ന് വൈകിട്ട് 3:50 പുറപ്പെട്ട് 12:00 ഇവിടെ എത്തുന്നു, കണ്ണൂരെത്തുന്നു. തിരിച്ച് ഈ വണ്ടി അടുത്ത ദിവസം 5:10 പുറപ്പെട്ട് 1:25 നേരെ ഇവിടെ എത്തുന്നു, ആലപ്പുഴയിൽ തിരിച്ചെത്തും. ഇങ്ങനെയാണ് ഈ വണ്ടി. പിന്നെ ഇതിന് റൈഡ് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ടൊക്കെ റൈഡ് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് 15 ജനറൽ ക്ലാസ്സും, പിന്നെ 2 സെക്കൻഡ് സീറ്റിങ്, പിന്നെ ഒരു AC ചേർക്കാം. അത്രയാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള ട്രെയിനാണ് ഏറനാട് പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ബീഹാറിലോട്ട് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ എറണാകുളം റാപ്തി സാഗർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ബറൂണി ജംഗ്ഷൻ വരെ പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ 12522 12521. അപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് 10:50 പുറപ്പെട്ട് 4-ാമത്തെ ദിവസം വെളുപ്പിനെ 12:05 ബറൂണി ജംഗ്ഷനിലെത്തുന്നു. പിന്നെ ഇത് ആ ദിവസം തന്നെ രാത്രി 10:50 ബറൂണി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് 4-ാമത്തെ ദിവസം 11:30 എവിടെ എത്തും, 4-ാമത്തെ ദിവസം തിങ്കളാഴ്ച 11:30 ഇത് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് 2 റൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് 4 ജനറൽ ക്ലാസ്, പിന്നെ 6 സ്ലീപ്പർ, പിന്നെ AC 3 ടയർ 5 എണ്ണം, പിന്നെ AC 2 ടയർ 2 എണ്ണം, AC ഫസ്റ്റ് ക്ലാസ് 1 എണ്ണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.